എന്റെ പ്രിയ സുഹൃത്തുക്കളെ, ചില കാര്യങ്ങളൊക്കെ ഈ ബിഗ് ബോസ് ആളുകളോട് ചോദിക്കരുത്. കാരണം ബിഗ് ബോസ് എന്ന് പറയുന്നത് അറിവിന്റെ അല്ലെങ്കിൽ രാഷ്ട്രീയ ബോധ്യത്തിന്റെയോ ബോധത്തിന്റെ ഒരു കേന്ദ്രം എന്നുള്ള ബിഗ് ബോസിൽ ജയിച്ചു കഴിഞ്ഞാൽ ഈ ലോകത്തുള്ള എല്ലാ നോളജും തങ്ങൾക്കുണ്ട് എന്ന് വിചാരിച്ചടക്കുന്ന കുറെ ആളുകൾ ഒരാളാണോ ഇദ്ദേഹവും? അഖിൽമാരുടെ ബാക്കിയാണോ ഇദ്ദേഹവും എന്ന് എനിക്ക് ചെറിയ സംശയം തോന്നിപ്പോയി. ഒന്നാമത്തെ കാര്യം, നമ്മുടെ ഈ ഒരു സീക്രട്ട് ഏജന്റ് എന്ന് പറയുന്ന ഈ ഒരു മനുഷ്യൻ സായി ലെവൻ ഒരു അസല് പിണറായി വിരോധിയാണ്, അസല് കമ്മ്യൂണിസ്റ്റ് വിരോധിയാണ്, അസല് പിണറായി വിരോധിയാണ്. പിണറായി വിജയൻ എന്ന് പറയുന്ന മനുഷ്യൻ ഇയാൾക്ക് കണ്ണെടുത്ത് കണ്ടുകൂടാ. തോൽക്കണമെന്ന് ഇയാൾ ആഗ്രഹിക്കുന്ന ഒരാള് അത് പിണറായി വിജയനാണ്. ഇയാൾ തോൽക്കണം, ധർമ്മടത്ത് പിണറായി വിജയൻ തോറ്റ് പണ്ടറടക്കണം. പക്ഷെ അത് നടക്കൂലെന്ന് മൂപ്പർക്ക് അറിയാം. എന്തായാലും 1-2 ദിവസത്തേക്ക് നന്നായിട്ട് എയറിൽ പോകാനുള്ള സംഗതികളൊക്കെ ഈ ഒരു മനുഷ്യൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഒന്നാമത്തെ ചോദ്യം ഇതാണ്, ഇദ്ദേഹത്തിന് നമ്മുടെ പിണറായി വിജയൻ തോറ്റ് കാണുന്ന ഒരു ആഗ്രഹമുണ്ട്. എന്തിന്റെ ഭാഗമായിട്ടാണ്, എന്ത് എതിർപ്പിന്റെ ഭാഗമായിട്ടാണ്, എന്ത് രാഷ്ട്രീയ പ്രശ്നത്തിന്റെ പുറകിലാണ് പിണറായി വിജയൻ എന്ന് പറയുന്ന ആ ഒരു സമുന്നതനായിട്ടുള്ള നേതാവ് തോറ്റ് കാണണമെന്ന് സായി ആഗ്രഹിക്കുന്നതെന്ന് എനിക്ക് വലിയ പിടുത്തൊന്നുമില്ല. എന്തായാലും ഇയാൾക്ക് പിണറായി വിജയനെ കണ്ടെടുത്ത് കാണുന്നുണ്ടാ. എന്തോ ഇയാളെ യൂട്യൂബ് വഴി ഇയാൾക്ക് വല്ല പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടോ, ഇയാൾക്ക് പേഴ്സണൽ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടോ? ഒന്നുമല്ല. ഇയാളൊരു കമ്മ്യൂണിസ്റ്റ് വിരോധിയാണ് എന്നുള്ളതുകൊണ്ട് തന്നെ പിണറായി വിജയൻ അംഗീകരിക്കാൻ ഇയാൾക്ക് വലിയ പ്രയാസമുണ്ട്. പിണറായി വിജയന് അഹങ്കാരമാണ്, ചിരിക്കുന്ന വി ഡി സതീശനൊക്കെയാണ് ഇയാൾക്ക് ഇഷ്ടം. എന്തിന്റെ പുറത്താണ് വി ഡി സതീശനൊക്കെ ഇയാൾക്ക് ഇഷ്ടപ്പെടുന്നത് എനിക്ക് മനസ്സിലാവുന്നത്. കാരണം ആ ഒരു വയനാട് വീടുമായി ബന്ധപ്പെട്ട ഒറ്റ പ്രശ്നം പോരെ എന്താണ് വി ഡി സതീശന് ഒപ്പമുള്ള കൂട്ടാളികൾ എന്ന് മലയാളികൾക്ക് മനസ്സിലാക്കാൻ. ഇനി നമ്മളിതൊക്കെ പറഞ്ഞിട്ട് ഇനിയിപ്പോ ഒരാഴ്ചയുള്ള ഇലക്ഷന് ഈ UDF-കാരെല്ലാരും കൂടി ജയിച്ച് കാണുമോ എന്നുള്ളതാണ് എന്റെ ഒരു സംശയം കേട്ടോ. ഒന്നും പറയാൻ പറ്റില്ല, ജനങ്ങളെ കയ്യിലതൊക്കെ കിടക്കുന്നേ. എന്തായാലും ഷുവർ ഷോട്ടായി തുറക്കാൻ പോകുന്ന ഒരു മണ്ഡലം എന്ന് പറയുന്നത് നമ്മുടെ മലപ്പുറം എന്ന് പറയുന്നുണ്ട്. ശരിയാണ്, കുഞ്ഞാപ്പനൊന്നും എതിർത്ത് നിൽക്കാൻ സാധിക്കുന്ന ആളുകളൊന്നും ഇപ്പൊ നമ്മുടെ കേരളത്തിൽ വേറെ ആരും ഇല്ല എന്നുള്ളതാണ്. എന്തായാലും അടുത്തതാണ് എനിക്ക് ഭയങ്കര അത്ഭുതപ്പെടുത്തിയൊരു ചോദ്യം കേട്ടോ, അത് നിങ്ങൾ കേൾക്കന്നെ വേണം. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വി ഡി സതീശൻ വരികയാണെങ്കിൽ പിണറായിയെ വെല്ലുന്ന ഒരു നേതാവായിട്ട് വി ഡി സതീശന് മാറാൻ കഴിയും. ഒബ്വിയസ്ലിക്കൊക്കെ മാറാൻ കഴിയും കേട്ടോ. ഇനി ഇപ്പൊ വി ഡി സതീശന് മാറാൻ കഴിയുമെന്ന് അറിയില്ല, ഒബ്വിയസ്ലിക്ക് മാറാൻ കഴിയും. ചോദ്യങ്ങൾ കേട്ടില്ല? കേട്ടോക്കുന്നു. ഗംഭീര ചോദ്യമാണ്. ഒരുപക്ഷെ സായിയോട് ചോദിക്കേണ്ട ചോദ്യം തന്നെയാണത്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വി ഡി സതീശൻ വരികയാണെങ്കിൽ പിണറായിയെ വെല്ലുന്ന ഒരു നേതാവായിട്ട് വി ഡി സതീശന് മാറാൻ കഴിയും. മാറാൻ പറ്റൂലോ. പിണറായി ഞാൻ പറഞ്ഞു ഇനി ഇവൻ കുറച്ച് കൂടിപ്പോയ വർത്തമാനൊക്കെ പറയുന്നുണ്ട്. അതിനു മുമ്പ് ഇയാള് പറയുന്നത് ഒബ്വിയസ്ലി മാറാൻ കഴിയും. അതായത് പിണറായി വിജയന് പകരമായിട്ട് വി ഡി സതീശൻ എന്ന് പറയുന്ന ആ ഒരു മനുഷ്യനാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരുന്നതെങ്കിൽ പിണറായി വിജയനെ പോലെ തന്നെ ഈ ഒരു നല്ല ഭരണം കാഴ്ചവെക്കാൻ കഴിയുമോ എന്നുള്ളതാണ് ചോദ്യം. എന്റെ ചോദ്യങ്ങൾ അവിടെ കിടക്കട്ടെ. എന്റെ ഒരു വലിയ ഒരു ടെൻഷൻ പറഞ്ഞു തരാം. ഇനിയിപ്പോ കോൺഗ്രസ്സുകാർ ജയിച്ചെന്ന് തന്നെ വെക്കുക, വി ഡി സതീശൻ തന്നെ മുഖ്യമന്ത്രിയാവുന്ന എന്താത്ര ഉറപ്പ്? തൊട്ടപ്പുറത്ത് കേസിയൊക്കെ ഗംഭീര ചരടുവലി തുടങ്ങിക്കഴിഞ്ഞു. മിക്കവാറും ആദ്യം ആരാണ് മുഖ്യമന്ത്രി ആവുക എന്ന് പറയുന്നത് ഇവരെ തല്ലൊന്ന് തീർപ്പാക്കാൻ തന്നെ ചിലപ്പോൾ മാസങ്ങൾ എടുക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. എന്താവുന്ന ഒരു പിടുത്തൂല്ല. ഇവന്മാരങ്ങ് ജയിച്ചു കഴിഞ്ഞാൽ നമ്മൾ എത്ര ദിവസം ഇങ്ങനെ എന്താ പറയുക ഇതൊക്കെ സഹിക്കേണ്ടി വരുന്ന വലിയ പിടുത്തൊന്നുമില്ല. എന്തൊക്കെയായാലും ഇവിടെ പിണറായി വിജയനെ പോലെ തന്നെ ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്ന് പറയുന്നത് ശരി, ആയിക്കോട്ടെ. പിണറായി വിജയനെ പോലെ തന്നെ ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ വി ഡി സതീശന് കഴിയുമായിരുന്നുവെങ്കിൽ, അങ്ങനെ തന്നെ കേട്ടാ, കഴിയുമായിരുന്നുവെങ്കിൽ പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരിക്കുന്നു, പ്രതിപക്ഷ നേതാവാണ് വി ഡി സതീശൻ ആയിരുന്നു, അല്ലെങ്കിൽ ആണ് വി ഡി സതീശൻ. തീർച്ചയായിട്ടും പിണറായിയെ പോലെ തന്നെ ഒരുപാട് പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കാൻ കഴിയുന്ന ഒരു നേതാവ് തന്നെയാണ് വി ഡി സതീശൻ. എന്നിട്ടും എന്തേ വയനാട്ടിലത്തെ ആ പാവങ്ങളെ നിങ്ങൾ പറ്റിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ നാട്ടുകാർ ചോദിക്കുന്ന ചോദ്യം. എന്നിട്ടും എന്താ വയനാട്ടിലത്തെ ജനങ്ങളെ നിങ്ങളെ പറ്റിച്ചു? ഇതേ കഴിവുണ്ടായിരുന്നുവെങ്കിൽ, അതായത് പിണറായി വിജയന്റെ അതേ കഴിവുണ്ടായിരുന്നുവെങ്കിൽ ആപ്പ് വെച്ച് വെറും 6 കോടി മാത്രം പിരിക്കാൻ കഴിഞ്ഞ നിങ്ങൾ എങ്ങനെയാണ് ഇനി ആ വീട് പണികളെല്ലാം പൂർത്തിയാക്കുക? എനിക്ക് സംശയമുണ്ട്.
ഞാൻ ആ സംശയം മുന്നേ തന്നെ ഇവിടെ പറഞ്ഞു വെക്കട്ടെ. എങ്ങാനും വി ഡി സതീശൻ മുഖ്യമന്ത്രി ആയാൽ ഇവിടെ കോൺഗ്രസ് ഭരണം വന്നു കഴിഞ്ഞാൽ എന്റെ കൺഫ്യൂഷനാണ് പറഞ്ഞു വെക്കുകയാണ്. ആ വയനാട് ടൗൺഷിപ്പിൽ ഇനിയും പണി തീരാൻ വീടുകളുണ്ട്. അതിലത്തെ ഒരു വീട് പോലും ഇനി പണി തീരാൻ പോകുന്നില്ല. ഞാനത് അങ്ങനെ തന്നെ പറഞ്ഞു വയ്ക്കുന്നു. കാരണം ഒരു ആപ്പ് വഴി കോടികൾ ഉണ്ടാക്കിയിട്ട് അത് മുക്കി നടക്കുന്ന ടീമാണ്. അപ്പോൾ ഇനിയൊരു ഒന്നും നടത്താൻ പോകുന്നില്ല എന്നാണ് എനിക്ക് തോന്നിപ്പോകുന്നത് കേട്ടോ. എന്തായാലും ബാക്കി കേൾക്കാം. ഇനിയാണ് പിണറായി വിജയനെ ഇയാളുടെ ദേഷ്യം മുഴുവൻ തീർക്കുന്നത്. കൂടിപ്പോ അമേരിക്ക പോവല്ലോ ചികിത്സക്ക്, പ്രായമായില്ല, വീട്ടിലിരുന്നാ പോരെ. മനസ്സിലായില്ല? കണ്ടില്ലേ, പിണറായി വിജയന് പ്രായമായില്ലേ, വീട്ടിലിരുന്നാ പോരെ. എന്നാൽ നമുക്ക് ഇതേ ചോദ്യം ചോദിക്കാൻ കുറെ ആളുകളുണ്ട് നമ്മുടെ നാട്ടില്. നമുക്ക് ആദ്യം മമ്മൂക്കയെ പോയി കാണാം. മമ്മൂക്ക, പ്രായമായില്ലേ, വീട്ടിലിരുന്നാ പോരെ, നിങ്ങൾ എന്തിനാ ഇങ്ങനെ അഭിനയിക്കാൻ നടക്കുന്നേ? ഈ അടുത്ത് തന്നെ ഒരു ക്യാൻസർ പോലൊരു അസുഖമൊക്കെ വന്നിട്ട് നിങ്ങൾ കഷ്ടിച്ച് രക്ഷപ്പെട്ടതല്ലേ മമ്മൂക്ക? നിങ്ങൾക്ക് പ്രായമായില്ലേ, വീട്ടിലിരുന്നാ പോരെ, എന്തിനെങ്കിലും അഭിനയിക്കാൻ നടക്കുന്നേ? ലാലേട്ടാ, 60 വയസ്സ് കഴിഞ്ഞില്ലേ, ഇത്ര പ്രായമായില്ലേ, വീട്ടിലിരുന്നാ പോരെ? അപ്പൂപ്പനായില്ലേ, വീട്ടിലിരുന്നാ പോരെ? നമുക്ക് വിക്രത്തോട് ചോദിക്കാം, 60 വയസ്സ് കഴിഞ്ഞില്ലേ വിക്രം, എന്തിനങ്ങനെ നടക്കുന്നേ, പ്രായമായില്ലേ, വീട്ടിലിരുന്നാ പോരെ? നമുക്ക് നമ്മുടെ രജനീകാന്തിനെ പോയി ചോദിക്കാം, എന്തിനാണ് അണ്ണ എങ്ങനെ നടക്കുന്നേ, உங்களுக்கு ഉങ്ങളുടെ വീട്ടില് ചുമ്മാ ഇരുന്നാ പോരെ എന്നൊക്കെ നമുക്ക് ചോദിച്ചൂടെ? എന്താണ് എന്റെ സായി? ഒരാളെ പ്രായമാണോ ഒരാൾ വിഷണറിയെ തീരുമാനിക്കുന്നത്? ഒരാൾക്ക് കൂടുതൽ പ്രായമായി എന്ന് വെച്ചിട്ട് അതെല്ലാ ബോധവും കെട്ടുപോകുന്ന, ഒരുപക്ഷെ താങ്കൾ ഒരുപക്ഷെ ഒരു 19 വയസ്സായി കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാതെ അത്തുംപിത്തമായി വിചാരിക്കാം. എല്ലാവരും അങ്ങനെയാണോ? ഒരുപക്ഷെ 10-74 വയസ്സായിട്ടുള്ള മമ്മൂക്കയെ പോലെ തന്നെയാണ് നമ്മുടെ നാട്ടിലെ പല ആൾക്കാരും നടക്കുന്നത്. അല്ലെന്നേ, മമ്മൂക്കയെ പോലെയേ അല്ല. മമ്മൂക്ക റയർ പീസാ അല്ലേ? അതേപോലെ റയർ പീസാണ് പിണറായി വിജയൻ. ഒരുപക്ഷെ അദ്ദേഹത്തിന് ഇവിടെയുള്ള 19 വയസ്സുള്ള ആൾക്കാരൊക്കെ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ചെയ്യാൻ കഴിയും. നല്ല വിഷണറിയാണ്, നല്ല രാഷ്ട്രീയ ബോധ്യമുള്ളവനാണ് അയാൾക്ക് വേണ്ടിയിട്ടല്ല ജീവിക്കുന്നത്, നാട്ടുകാർക്ക് വേണ്ടിയിട്ടാണെന്നുള്ള നല്ല ബോധ്യമുള്ള മനുഷ്യനായതുകൊണ്ട് തന്നെ ആ മനുഷ്യൻ ഉയർത്തെഴുന്നേൽക്കും. നോക്കൂ, മമ്മൂക്കയെ പോലൊരാള് 10-74 വയസ്സിൽ അങ്ങനത്തെ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ പിന്നെ ബെഡ് റിഡനാ, കിടന്നു പോകും, ധൈര്യം ഉണ്ടാവില്ല പുറത്തു വരാൻ. പക്ഷെ ചില മനസ്സുകളുണ്ടല്ലോ, ശരീരത്തിനേക്കാൾ കൂടുതൽ നമ്മുടെ മുമ്പിൽ അവരുടെ ആരോഗ്യം കാണിക്കും. അങ്ങനത്തെ ആളുകളാ. പക്ഷെ സായിക്ക് 19 വയസ്സായ ആളുകളൊക്കെ എന്ത് ചെയ്യണം, അകത്തിരിക്കണം. എന്നിട്ട് അവനൊരു ഉദാഹരണം പറയുന്നുണ്ട്. 80 വയസ്സൊക്കെ കുറച്ച് കൂടുതലാണ്. പിന്നല്ലടാ, 80 വയസ്സ് ഇന്ത്യ അന്റെ ഉപ്പാമ്മമാര് 80 വയസ്സിൽ എന്ത് ചെയ്തിരുന്നു? മാറിക്കൊടുക്കണ്ടേ? ഇതാണ് ചോദ്യം. ഇവന്റെയും ആ ഒരു ചോദ്യം ചോദിക്കുന്നവന്റെയും ഉപ്പാപ്പമാര് 80 വയസ്സിൽ എന്താ ചെയ്തിരുന്നേന്ന്. ഒരുപക്ഷെ സായിയുടെ ഉപ്പാപ്പമാരൊക്കെ 80 വയസ്സിൽ എന്താ ചെയ്തതെന്ന് എനിക്ക് വലിയ പിടുത്തമൊന്നുമില്ല. ഒരുപക്ഷെ ഒന്നും ചെയ്യാൻ കഴിയാതെ ഏതെങ്കിലും മൂലയ്ക്ക് ഇരുന്നിട്ടുണ്ടാവാം. പക്ഷേ അങ്ങനെ തന്നെ പിണറായി വിജയൻ ഇരിക്കണമെന്ന് എന്താ അത്ര നിർബന്ധം? സായിക്ക് മാത്രം എന്താണ് ഇത്ര നിർബന്ധം എന്നാണ് എന്റെ ചോദ്യം. കാരണം 80 വയസ്സെന്ന് പറയുന്നത് എത്രയോ പ്രായമായ സംഭവം എന്നൊക്കെ പറഞ്ഞു വെക്കുന്നത് വളരെ മോശമാണ്. പിണറായി വിജയന്റെ അത്ര വിഷണറി ഒരുപക്ഷെ കേരളത്തിൽ വേറൊരാളുണ്ടാവില്ല എന്നുകൂടി ഞാൻ ഇതിനൊപ്പം ചേർത്ത് വയ്ക്കും. ഒരുപക്ഷെ ഈ മനുഷ്യൻ ചിന്തിക്കുന്ന, ഒരുപക്ഷെ സായിക്ക് പോലും ചിന്തിക്കാൻ കഴിയാത്ത അത്ര ദീർഘവീക്ഷണമുള്ള ഒരു മനുഷ്യനാണ്. ആ മനുഷ്യനെ സായിക്ക് വീട്ടിലൊത്തിരിക്കണം. ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ വീട്ടിലിരിക്കണം, ഒരു 80 വയസ്സ് കഴിഞ്ഞ് വീട്ടിലിരിക്കണം. ഏത് ലോകത്താണ് സായി ജീവിക്കുന്നത്? 80 വയസ്സായി കഴിഞ്ഞാൽ ആരോഗ്യമുണ്ടെങ്കിൽ പുറത്തേക്ക് ഇറങ്ങാൻ പാടില്ല. 80 വയസ്സ് ഒരു ആൾക്ക് നല്ലപോലെ ചിന്തിക്കാൻ കഴിയുമെങ്കിൽ അയാളൊന്നും പറയാൻ പാടില്ല. 80 വയസ്സായ ആളുകളൊക്കെ അകത്തിരിക്കലാണോ സായി മുന്നോട്ട് വയ്ക്കുന്ന നമ്മുടെ ഇവിടുത്തെ ആളുകൾക്കുള്ള ഒരു ജീവിത സങ്കല്പം? എന്ത് ബോധമാണ് സുഹൃത്തെ താങ്കൾക്കുള്ളത്? കഴിഞ്ഞിട്ടില്ല, ഇനിയും കുറച്ചുകൂടി ഉണ്ട് കേട്ടോ, കേൾക്കണം. സായിയുടെ അഭിപ്രായത്തില് അവിടുത്തെ മുഖ്യമന്ത്രി ആരായിരിക്കും? എനിക്ക് വി ഡി സതീശനാവണമെന്നാണ്. എനിക്ക് താല്പര്യം വി ഡി സതീശനാവണമെന്നാ. സർക്കാസ് രീതിയാണോ? സർക്കസ് അല്ല, ഞാൻ സീരിയസ് ആയിട്ട് പറയാം. UDF ജയിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് താല്പര്യം വി ഡി സതീശനാവണമെന്നാണ്. കണ്ടില്ലേ, ഇവന്റെ ആഗ്രഹം അതാണ്. UDF ജയിക്കുകയാണെങ്കിൽ ഇവന്റെ ആഗ്രഹം വി ഡി സതീശനാവണം. അതിന്റെ അപ്പുറത്തേക്ക് വേറെ ഒന്നുമില്ല. ഞാൻ ഇതാ പറഞ്ഞ, ഇദ്ദേഹം ഒരു പക്ക ഒരു കോൺഗ്രസ്സുകാരനാണ്, അല്ലെങ്കിൽ കോൺഗ്രസ് മനസ്സുള്ള മനുഷ്യനാണ്. അതുകൊണ്ട് തന്നെ പിണറായി വിജയനെ കിട്ടുന്ന തരത്തിലൊക്കെ ആക്രമിക്കുക എന്നുള്ളത് നമ്മുടെ സായിയുടെ ഒരു രീതിയാണ്. ഇതിനൊക്കെ ഒരു ഉത്തരം എന്ന നിലയ്ക്ക് നമുക്ക് പിണറായി വിജയനോട് തന്നെ ചോദിച്ചു നോക്കാം, എന്താണ് അവസ്ഥ? മെയ് 4 ഫലം വരുമ്പോൾ ഒരു സംശയമില്ല
LDF ആയിരിക്കും മുന്നിൽ. എത്ര സീറ്റ് കിട്ടും? അത് നേരത്തെ ഉള്ളതിൽ കൂടുതൽ സീറ്റ് ഉണ്ടാവും. 100 മേളിൽ പോകും. അപ്പൊ സുഹൃത്തുക്കളെ, ഞാൻ നിർത്തുന്നു. ബൈ.